ഈ ബിടെക് ട്യൂഷൻസിന് എൻക്വയറി വരുമ്പോൾ കൂടുതലും പാരൻസ് ആണ് പലപ്പോഴും നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ചിലപ്പോൾ മുന്നേ നടന്ന സീരീസ് എക്സാമിനൊക്കെ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ പറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് പാരൻസ് അവരുടെ ഒരു കൺസേൺ വെച്ച് നമ്മളെ വിളിക്കും, ട്യൂഷൻ വേണം, അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം നവംബറിലല്ലേ അല്ലെങ്കിൽ ഡിസംബറിലല്ലേ ജനുവരിയിലല്ലേ ആ സമയത്ത് പഠിച്ചാൽ പോരെ, ഇപ്പൊ തന്നെ എന്തിനാണ് ട്യൂഷൻ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ട്യൂഷൻ എക്സാം ടൈമിൽ പഠിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ശരിക്കും സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ട് പഠിക്കാനിരിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത്രയും ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഇത് പഠിച്ചു കഴിയില്ല എന്ന്. ആ സമയത്ത് നമ്മുടെ അടുത്ത് ട്യൂഷന് വന്നു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ഒരു 4-5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സബ്ജക്റ്റ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരാറുണ്ട്. കാരണം അവർ അത്രയും വൈകിട്ട് ട്യൂഷൻ ജോയിൻ ചെയ്യാം. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇത്ര ഒരു കുറഞ്ഞ ഡ്യൂറേഷനിൽ നമ്മൾ ഇത്രയും അധികം കണ്ടൻസ് പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ചെടുക്കാനും കൂടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത് ഏർലി പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് എത്ര മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. 1-to-1 ട്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ, ഏത് സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ട്, എന്താണോ അതിൽ പ്രശ്നം, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്തതാണോ, കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തതാണോ, എന്താണോ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ട്യൂട്ടേഴ്സ് ക്ലാസ് എടുത്തു തരുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ അവസാനത്തേക്ക് വെക്കാതെ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്യൂഷന് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്കും ഇഷ്ടംപോലെ സമയം കിട്ടും കറക്റ്റായിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കേണ്ട, എത്രയും വേഗം തന്നെ നല്ലൊരു ഡിസിഷൻ എടുക്കാം. താങ്ക് യു.